Good morning, everyone. Last class we have seen Stephen Hawking's life history. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവചരിത്രം ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഒന്നും കൂടി പറയാം. സ്റ്റീഫൻ ഹോക്കിങ് സൂപ്പർനോവ ഓഫ് ഫിസിക്സ് ആയി അറിയപ്പെടാൻ അദ്ദേഹം നേരിട്ട ഏറ്റവും ഭീകരമായ ഒരു വൈകല്യം അദ്ദേഹത്തിനുണ്ടായി. അത് ജന്മനാലുണ്ടായതല്ല. അദ്ദേഹം at the age of 21 when he was studying in Cambridge University, he became very much unconscious, and after that doctors diagnosed his disease as amyotrophic lateral sclerosis. So he has gone to the hospital and he became very much depressed. At that time he met Jane. In 1965, at the age of 23, Hawking received his fellowship at Caius. കയസിൽ നിന്നും അദ്ദേഹത്തിന് ഫെലോഷിപ്പ് ലഭിക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജെയിൻ. ജെയിൻ വാസ് ദ ബാക്ക് ബോൺ ഓഫ് സ്റ്റീഫൻ ഹോക്കിങ്സ് സക്സസ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ വിജയത്തിൽ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ എന്ന് തന്നെ നമുക്ക് ജെയിനിനെ വിശേഷിപ്പിക്കാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിന് ജെയിൻ ഒരു ബാക്ക് ബോണാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജെയിനിൻ്റെ ആക്ടിവിറ്റീസ്, അവളുടെ സ്വഭാവം, അവളുടെ ഷൈനസ്, ഇതെല്ലാം സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഇഷ്ടമാവുകയും ദേ ഗോട്ട് മാരീഡ് ഇൻ 1965 ജൂലൈ. സോ അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത്. ഇനി നമുക്ക് ബാക്കി ലാസ്റ്റ് ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പീപ്പിൾ ഹു റിമെമ്പർ ഹോക്കിംഗ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഇൻ ദ ലേറ്റ് 1960s recall him making his way around the corridors with a cane, supporting himself against the wall. അപ്പോൾ അദ്ദേഹം കോറിഡോറിലൂടെ, യൂണിവേഴ്സിറ്റിയുടെ കോറിഡോറിലൂടെ വടിയും കുത്തി, കെയിൻ, ചുരുൾ വടിയും കുത്തി നടക്കുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിനെയാണ് എല്ലാവർക്കും ഓർമ്മ വരിക. ഹി സ്പോക്ക് വിത്ത് വാട്ട് സൗണ്ടഡ് ലൈക്ക് എ സ്ലൈറ്റ് സ്പീച്ച് ഇംപെഡിമെൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ലാറ്ററൽ സെലറോസിസ്, അമിയോട്രോഫിക് ലാറ്ററൽ സെലറോസിസ് എന്ന രോഗം കാരണം അദ്ദേഹത്തിൻ്റെ സ്പീച്ച് എബിലിറ്റി നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ പിന്നെ സ്പീച്ച് ഇംപെഡിമെൻറ്റിൻ്റെ നമ്മൾ ശ്രവണ സഹായി വെച്ചിട്ട് കേൾവി കുറവുള്ളവർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സംസാരശേഷി ഇല്ലാത്തവർ സ്പീച്ച് ഇംപെഡിമെൻ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ ഘടിപ്പിക്കുക. അതിലൂടെയാണ് ശബ്ദം പുറപ്പെടുവിച്ചിരുന്നത്. ബട്ട് മോർ ദാൻ ദാറ്റ്, പക്ഷെ എല്ലാത്തിലും ഉപരിയായി ദേ റിമെമ്പർ ഹിസ് ബ്രാഷ്നെസ് ഇൻ സെഷൻസ് ഇൻവോൾവിങ് സം ഓഫ് ദി വേൾഡ്സ് മോസ്റ്റ് ഡിസ്റ്റിങ്ക്വിഷ്ഡ് സയൻറ്റിസ്റ്റ്. പക്ഷേ ശാസ്ത്രജ്ഞന്മാരുടെ, ഏറ്റവും പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയായി മാറി സ്റ്റീഫൻ ഹോക്കിംഗ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. While other young researchers kept a reverential silence, Hawking daringly asked unexpected and penetrating questions. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത്, സ്റ്റീഫൻ ഹോക്കിംഗ് മറ്റ് സയൻറ്റിസ്റ്റുകളെ തന്നെ ഞെട്ടിപ്പിച്ചിരുന്നു. കാരണം അവർ പോലും പ്രതീക്ഷിക്കാത്ത പല ചോദ്യങ്ങളും സ്റ്റീഫൻ ഹോക്കിംഗ് അവരോട് ചോദിക്കുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം അനദർ ഐൻസ്റ്റീൻ എന്നറിയപ്പെട്ടത്, അല്ലേ? അപ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ മറ്റൊരു ഐൻസ്റ്റീൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനുള്ള സാഹചര്യം സ്റ്റീഫൻ ഹോക്കിങ് തന്നെ തെളിയിക്കുകയാണ് ഉണ്ടായത്. സോ ഇൻ 1980 എ പ്രാക്ടിക്കൽ നീഡ് ഫോർ ഫണ്ട്സ് ലോഞ്ച്ഡ് ഹിം ഇൻ ടു എ ന്യൂ എൻ്റർപ്രൈസ് ദാറ്റ് വാസ് ടു ഹാവ് a far-reaching impact on the Hawkings and others all over the world. He thought of writing a book about the universe. അദ്ദേഹം 1980 അദ്ദേഹം തീരുമാനിച്ചു, ഫണ്ടുകളൊക്കെ കിട്ടി. അപ്പോൾ അദ്ദേഹം കരുതി യൂണിവേഴ്സിനെ കുറിച്ച് തനിക്കൊരു ബുക്ക് എഴുതണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിൽ ചോദിച്ചതാണ് അബൌട്ട് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാഡ് മെയ്ഡ് ഹിം വാണ്ടഡ് ടു സ്റ്റഡി കോസ്മോളജി ആൻഡ് ക്വാണ്ടം തിയറി. അപ്പോൾ ക്വാണ്ടം തിയറിയും കോസ്മോളജിയും, പ്രപഞ്ചശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാനായിരുന്നു അദ്ദേഹം തീരുമാനിച്ചത്. സോ ചോദ്യങ്ങൾ അദ്ദേഹം തന്നെ ചോദിക്കുകയുണ്ടായി. വേർ ഡിഡ് ദ യൂണിവേഴ്സ് കം ഫ്രം? എവിടെ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്? ഈസ് ദ യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ഓർ ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ടറീസ്? ഇത് അനന്തമായിട്ട് കിടക്കുകയാണോ അതോ ഇതിന് ബൗണ്ടറീസ് ഉണ്ടോ, അതിർവരമ്പുകളുണ്ടോ എന്ന് അദ്ദേഹം
ചോദിച്ചു. വിൽ ഇറ്റ് കം ടു ആൻ എൻഡ്? ഓ, അല്ലെങ്കിൽ ഇതിനൊരു അന്ത്യമുണ്ടോ? നമ്മൾ കടലിൻ്റെ തീരത്തേക്ക് പോകുമ്പോഴായിരിക്കും ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്ന് നമുക്ക് തോന്നും അല്ലേ, അറിയാനൊരു മോഹം. പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെയും അല്ല, അതിൻ്റെ അപ്പുറമാണെന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ ഇതിനൊരു അന്ത്യമുണ്ടോ? ലോകത്തിന് അതിർവരമ്പുകളുണ്ടോ? എവിടെയാണ് ഇത് എൻഡ് ചെയ്തിരിക്കുന്നത്? എവിടെ തുടങ്ങുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചു. ഇഫ് സോ ഹൗ? അന്ത്യമുണ്ടെങ്കിൽ അതെങ്ങനെ, തുടക്കമുണ്ടെങ്കിൽ അതെങ്ങനെ, അല്ലേ? ഇങ്ങനെ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചു. ഈസ് ദെയർ എ ബിഗിനിങ് ഓഫ് ടൈം? സമയത്തിന് ഒരു തുടക്കമുണ്ടോ? കുഡ് ഇറ്റ് റൺ ബാക്ക്? പോയ സമയം പിന്നെ തിരിച്ച് ബാക്കിലേക്ക് പോകുമോ? ഇല്ല, അല്ലേ? ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോവർബാണ്. സമയവും തിരമാലകളും മനുഷ്യന് വേണ്ടി കാത്തു നിൽക്കാറില്ല. അത് പോയത് തന്നെയാണ്. പിന്നെ അതേ തിരമാല അതേ സമയം തിരിച്ച് വരാറില്ല. നഷ്ടം തന്നെയാണ്. See, the book begins by rewinding the great theories of the cosmos from Newton to Einstein. ന്യൂട്ടൺ മുതൽ ഐൻസ്റ്റീൻ വരെ ഉള്ള എല്ലാ തിയറീസും അദ്ദേഹം റീവൈൻഡ് ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ 1980 അദ്ദേഹം പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എഴുതിയ ബുക്ക്. ഹി റോട്ട് ദ ബുക്ക് ടു മേക്ക് സയൻസ് അൺഅണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ്. അദ്ദേഹം ആ ബുക്ക് എഴുതി എന്തിനു വേണ്ടിയിട്ടാണ്? ശാസ്ത്രജ്ഞന്മാർ അല്ലാത്തവർക്ക് ഇത് മനസ്സിലാകണം. കാരണം ശാസ്ത്രജ്ഞന്മാർക്ക് പ്രപഞ്ചത്തിൻ്റെ എല്ലാ നൂലാമാലകളും അഴിച്ച് പരിശോധിച്ച് പഠിച്ച് പറയാൻ പറ്റും, അല്ലേ? പക്ഷേ നമുക്ക് സാധാരണക്കാരായ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സ്റ്റീഫൻ ഹോക്കിംഗ് അത് എഴുതിയത്. ഹി കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇൻ 1984. 1984 അദ്ദേഹം ആദ്യത്തെ ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. വൈൽ ദ റിവിഷൻ പ്രോസസ് വാസ് ഗോയിങ് ഓൺ, ഹി മെയ്ഡ് എ ട്രിപ്പ് ടു സ്വിറ്റ്സർലൻഡ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ റിവിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് ഒരു ട്രിപ്പ് പോയത്. There he was down with pneumonia and was left on a life support system. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇരുന്ന സ്റ്റീഫൻ ഹോക്കിങ് ചെയ്ത ഇതാണ്, സ്വിറ്റ്സർലൻഡിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് ന്യൂമോണിയ പിടിപെടുകയും അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്യേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. മറ്റൊന്ന് സ്പീച്ച് ഇംപെഡിമെൻ്റ് ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഒരുവിധമൊക്കെ സംസാരിക്കാനും അതുപോലെ എല്ലായിടത്തും മൂവ് ചെയ്യാനും എടുക്കാനും ഒക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ സ്വിറ്റ്സർലൻഡിലേക്കുള്ള വിസിറ്റിലാണ് അദ്ദേഹത്തിന് എല്ലാ സിസ്റ്റം ഫെയിലിയർ ആയത്. കാരണം ബിക്കോസ് ഹി കോട്ട് ന്യൂമോണിയ, അദ്ദേഹത്തിന് ന്യൂമോണിയ പിടിപെട്ടതാണ് അതിനുള്ള കാരണം. Doctors gave a choice as to whether the tracheotomy operation which would remove his windpipe should be conducted or not. അപ്പോൾ ഡോക്ടേഴ്സ് അത് ഡയഗ്നോസ് ചെയ്തപ്പോൾ അവർ മനസ്സിലാക്കിയത് ഇതാണ്, അദ്ദേഹത്തിൻ്റെ ഈ വിൻഡ് പൈപ്പ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം. കാരണം നമുക്ക് ഈ ശബ്ദം നമ്മൾ പുറത്തേക്ക് വരുന്നത് എന്താണ്, ഇവിടെ ഈ വിൻഡ് പൈപ്പിലൂടെയാണ്. ലങ്സിൽ നിന്നും എയർ പുറത്തേക്ക് വരികയും അത് നമ്മുടെ ശ്വാസനാളം വഴി പഠിച്ചിട്ടുണ്ട് നിങ്ങളത്, നമ്മുടെ ഇവിടെ ഈ വിൻഡ് പൈപ്പിലേക്ക് എത്തി അവിടെ നിന്നാണ് നമ്മൾ ഈ ശബ്ദം പുറത്തേക്ക് വരും. അത് പല സൗണ്ടുകളായിട്ട് നമ്മൾ പുറപ്പെടുവിക്കുന്നത്, ത്രൂ വേരിയസ് വൈബ്രേഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ വിൻഡ് പൈപ്പ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ട ഒരു രോഗമാണ് അദ്ദേഹത്തിൻ്റേത്. സോ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണ്. അത് വേണമോ വേണ്ടയോ എന്നതായിരുന്നു. ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ്. പക്ഷേ വിൻഡ് പൈപ്പ് റിമൂവ് ചെയ്താൽ അദ്ദേഹത്തിന് വളരെ കാലം ജീവിച്ചിരിക്കാൻ പറ്റും, സംസാരിക്കാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഷുഡ് ബി കണ്ടക്റ്റഡ് ഓർ നോട്ട്. ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. ബട്ട് ആഫ്റ്റർവേർഡ്സ് ഹി വുഡ് നെവർ അഗെയിൻ ബി ഏബിൾ ടു സ്പീക്ക് ഓർ മേക്ക് എ വോക്കൽ സൗണ്ട്. അദ്ദേഹത്തിന് നമ്മളിപ്പോൾ ശബ്ദങ്ങളിങ്ങനെ പുറപ്പെടുവിക്കുന്നത് പോലെ ഒരിക്കലും പിന്നെ ശബ്ദം തിരിച്ചു കിട്ടില്ല എന്നതായിരുന്നു അവർ പറഞ്ഞത്. വിത്ത് ഗ്രേവ് മിസ്ഗിവിങ്സ് ജെയിൻ കൺസെൻറ്റഡ്. വല്ലാത്ത ദുഃഖം ജെയിൻ അനുഭവപ്പെട്ടു, അല്ലേ? ജീവന് തുല്യം സ്റ്റീഫൻ ഹോക്കിങ്ങിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജെയിൻ. പക്ഷേ ജെയിനിന് ഇത് സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ലായിരുന്നു. ഷീ കൺസെൻറ്റഡ്. അതുകൊണ്ട് അവളത് സമ്മതിച്ചു. കൺസെൻറ്റഡ് മീൻസ് സമ്മതിച്ചു. ഷീ ഗേവ് ഹർ പെർമിഷൻ ടു ഓപ്പറേറ്റ് ഓർ റിമൂവ് ഹിസ് വിൻഡ് പൈപ്പ്. ദ ഫ്യൂച്ചർ ലുക്ക്ഡ് വെരി ബ്ലീക്ക്, ജെയിൻ റിമാർക്ക്ഡ്. ഇനി എന്നെ ഭാവി വളരെ ഇരുട്ട് നിറഞ്ഞതാണ്, ഇരുണ്ടതാണ് ഇനി അങ്ങോട്ടുള്ള ഭാവി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു.
ഹോക്കിംഗ് കുഡ് നോ ലോങ്ങർ ബ്രീത്ത് ത്രൂ ഹിസ് മൗത്ത് ആൻഡ് നോസ്. നമ്മൾ ശ്വസിക്കുന്ന പോലെ നമ്മുടെ വായിലൂടെയും മൂക്കിലൂടെയും ശ്വസിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ബട്ട് ഒൺലി ത്രൂ എ പെർമനൻ്റ് ഓപ്പണിംഗ് മെയ്ഡ് ഇൻ ഹിസ് ത്രോട്ട്. അദ്ദേഹത്തിൻ്റെ ത്രോട്ടിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ്, ഒരു സുഷിരം ഇട്ടിട്ട് അതിലൂടെയാണ് അദ്ദേഹം ശ്വസിക്കുകയും എന്താണ് ഇൻഹെയിൽ ചെയ്യുകയും എക്സെയിൽ ചെയ്യുകയും ഒക്കെ ചെയ്തത്. ഓക്കെ. ആഫ്റ്റർ മെനി വീക്സ് ഓഫ് ഇൻറ്റൻസീവ് കെയർ ഹി വെൻറ്റ് ഹോം ടു ജോയിൻ ജെയിൻ ആൻഡ് ഹിസ് 3 ചിൽഡ്രൻ. അപ്പോൾ അദ്ദേഹത്തിന് 3 കുട്ടികൾ ജെയിനും സ്റ്റീഫൻ ഹോക്കിങ്ങിനും ഉണ്ട്. അദ്ദേഹം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോയി ജെയിനോടും തൻ്റെ 3 കുട്ടികളോടും ഒപ്പം ജീവിക്കാൻ. ഹി വാസ് സ്റ്റിൽ ടു വീക്ക് ആൻഡ് ഇൽ ടു കണ്ടിന്യൂ ഹിസ് റിസർച്ച്. അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് വളരെ വീക്കാണ്, അദ്ദേഹത്തിൻ്റെ റിസർച്ച് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. വാൾട്ട് വോൾട്ടോസ്, എ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഇൻ കാലിഫോർണിയ, സെൻഡ് ഹിം എ പ്രോഗ്രാം ഹി ഹാഡ് ഡെവലപ്ഡ്. ആ സമയത്താണ് ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് വാൾട്ട് വോൾട്ടോസ് അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ പേര് ഇക്വലൈസർ എന്നാണ്. എന്താണ് ഇക്വലൈസർ എന്ന ഒരു പ്രോഗ്രാം ഈ വോൾട്ടോസ് ഡെവലപ്പ് ചെയ്തു. ആർക്ക് വേണ്ടിയിട്ടാണ്? സ്റ്റീഫൻ ഹോക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? കാലിഫോർണിയയിലാണ്. ഓക്കെ. വിച്ച് അലൗഡ് ഹോക്കിംഗ് ടു സെലക്ട് വേർഡ്സ് ഫ്രം ദ സ്ക്രീൻ. അപ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ വേർഡ്സ് കാണും, അതിന് അദ്ദേഹത്തിന് എന്ത് ചെയ്യുക? അതിൽ നിന്നും സെലക്ട് ചെയ്യാം. എന്താണ്, ഇപ്പോൾ സംസാര ശേഷിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്തെടുത്തു. ആരാണ്? വാൾട്ട് വോൾട്ടോസ്. he thought he would be unable to finish his book. പക്ഷെ അദ്ദേഹം വിചാരിച്ചു ഇനി ഒരിക്കലും എൻ്റെ പുസ്തകം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന്. വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഹിസ് സ്റ്റുഡൻറ്റ് ബ്രെയിൻ വിറ്റ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വാസ് പബ്ലിഷ്ഡ് ഇൻ 1988. 1988 അദ്ദേഹം ഒരു പുസ്തകം എഴുതിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റ് ആയ ബ്രെയിൻ വിറ്റാണ് അത് പബ്ലിഷ് ചെയ്തത്. ആ പുസ്തകത്തിൻ്റെ പേര് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ആ പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്തു. ആരുടെ സഹായത്തോടെയാണ്? അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായ ബ്രെയിൻ വിറ്റാണ് അത് പബ്ലിഷ് ചെയ്തത്. 1988 September 2005 saw the release of an abridged version of the original book. 2005 അദ്ദേഹത്തെ ആ ഒറിജിനൽ ബുക്കിൻ്റെ അബ്രിഡ്ജ്ഡ് വേർഷൻ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. This version was updated to address the new issues that had arisen due to further scientific developments. അപ്പോൾ അന്ന് അദ്ദേഹം എഴുതി വെച്ച കാര്യങ്ങളല്ല എന്താണ് വർഷങ്ങൾ കഴിയും തോറും വരുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. One will encounter a multitude of paradoxes in the book. In science and with people, things are often not what they seem. അപ്പോൾ സയൻസ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സയൻസ് ഉള്ളത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാണുന്ന പോലെ അല്ല കാര്യങ്ങൾ. ആൻഡ് പീസസ് ദാറ്റ് ought to fit together refuse to do so. You will learn that beginnings may be endings. ഒരു തുടക്കം ഉണ്ടെങ്കിൽ അതിനൊരു എൻഡും ഉണ്ടായിരിക്കും. സോ എവരി ബർത്ത് ദർ ഈസ് എ ഡെത്ത്. നമ്മൾ പറഞ്ഞ പോലെ എവരി ബിഗിനിങ് ദർ ഈസ് ആൻ എൻഡ്. ഒരവസാനവും ഉണ്ട്. ക്രൂവൽ സർക്കംസ്റ്റാൻസസ് ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ്. ക്രൂരമായ സാഹചര്യങ്ങൾ ചിലപ്പോൾ സന്തോഷത്തിലേക്ക് നയിച്ചേക്കാം. സേ ഓൾദോ ഫെയിം ആൻഡ് സക്സസ് മേ നോട്ട്. Two great scientific theories taken together seem to give us nonsense. Empty space isn't empty. പക്ഷേ 2 കാര്യങ്ങൾ നമുക്ക് തന്നെ എന്താണ് ഫൂളിഷ്നെസ് ആണെന്ന് തോന്നും. ശൂന്യാകാശം ശൂന്യമല്ല. ബ്ലാക്ക് ഹോൾസ് ആറിൻ്റെ ബ്ലാക്ക്. ആൻഡ് എ മാൻ ഹൂസ് അപ്പിയറൻസ് ഇൻസ്പയർസ് ഷോക്ക് ആൻഡ് പിറ്റി ടേക്സ് us laughing to where the boundaries of time and space ought to be but are not. എവിടെയാണ് ടൈമിൻ്റെയും അതുപോലെ തന്നെ സ്പേസിൻ്റെയും ബൗണ്ടറീസ് ഉള്ളത് അല്ലേ? പക്ഷേ ഇതൊന്നും നമുക്ക് ചിരി വരും അതെല്ലാം കേട്ടാൽ. ഒരിക്കലും നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയില്ല. എവിടെയാണ് ഇതിൻ്റെ അവസാനം, എവിടെയാണ് ഇതിൻ്റെ തുടക്കം അല്ലേ? ഇത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് പോലെ നമ്മൾ പറയും എവരി ബിഗിനിങ് ദെയർ ഈസ് ആൻ എൻഡ് എന്ന് പറയും. എന്നാലും അതെവിടെയാണെന്ന് കണ്ടെത്താൻ നമുക്ക് ആവുന്നില്ല. It is of course a miracle that Hawking has been able to
achieve anything he has, everything he has, that he is still alive. ഇപ്പോൾ 3 കൊല്ലമായി ആര് സ്റ്റീഫൻ ഹോക്കിങ് മരിച്ചു പോയിട്ട്. ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ആര് ജീവിച്ചിരിപ്പുണ്ട്? സ്റ്റീഫൻ ഹോക്കിങ് വാസ് എലൈവ്. അദ്ദേഹം ജീവനോടെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുള്ളത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പം മരിച്ചു പോയിരിക്കുന്നു. See, however, when you experience his intelligence and humor, you begin to take his unusual mode of communication and his obviously catastrophic physical problems no more seriously than he seems to himself. അല്ലേ? അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ സക്സസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഡിസേബിലിറ്റി ഈസ് നോട്ട് അറ്റ് ഓൾ എ ഡിസേബിലിറ്റി ടു ഹിം. അദ്ദേഹത്തിന് ഇത്രയും സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന് കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഡിസേബിലിറ്റി ഒരു പ്രോബ്ലം ആയിരുന്നില്ല എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളും ഓർത്തിരിക്കേണ്ടതാണ്, ഒരിക്കലും നമ്മുടെ ഫിസിക്കൽ ഡിസേബിലിറ്റി, നമ്മുടെ എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഡെവലപ്മെൻറ്റിന് ഒരു തടസ്സം, ഒരു വിഘാതം ഉണ്ടാക്കുകയില്ല. അതുണ്ടാകാതിരിക്കാനുള്ള മനോധൈര്യം, കോൺഫിഡൻസ് നമുക്കുണ്ടാവുകയും വേണം എന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഈ ഗ്രേറ്റസ്റ്റ് സക്സസ്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. See, that is exactly the way he wants it. He chooses to ignore the difficulty. അല്ലേ? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും അദ്ദേഹം ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. ആൻഡ് he expects others to adopt the same attitude. അതാണ് ലോകത്തോട് അല്ലെങ്കിൽ യുവാക്കളോട്, യങ് ജനറേഷനോട്, ഡിസേബിലിറ്റി ഉള്ള ആൾക്കാരോടെല്ലാം സ്റ്റീഫൻ ഹോക്കിങ്ങിന് പറയാനുള്ളത് ഇതാണ്. നമ്മുടെ കോൺഫിഡൻസാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഡിസേബിലിറ്റി ഒരു പ്രശ്നമായിട്ട് മാറില്ല എന്നതാണ് സ്റ്റീഫൻ ഹോക്കിങ് പറയുന്നത്. ഓക്കെ, സ്റ്റീഫൻ ഹോക്കിങ് ഹാസ് ഓവർകം ഹിസ് ക്രിപ്ലിംഗ് ഡിസീസ് ടു ബിക്കം ദ സൂപ്പർനോവ ഓഫ് വേൾഡ് ഫിസിക്സ്. അങ്ങനെയാണ് എല്ലാ ഡിസേബിലിറ്റിയെയും അവഗണിച്ചുകൊണ്ട് സ്റ്റീഫൻ ഹോക്കിങ് ഒരു സൂപ്പർനോവ ഓഫ് ഫിസിക്സ്, വേൾഡ് ഫിസിക്സ് എന്ന് അറിയപ്പെടാനുള്ള കാരണം. ഇത്രയാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പാഠം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് അറിയാം, നല്ല ഒരു ഫാമിലിയിലാണ് സ്റ്റീഫൻ ഹോക്കിങ് ജനിച്ചത്. അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഈവൻ ദെൻ ഹിസ് പാരൻസ് ഡിസൈഡഡ് ടു സെൻഡ് ഹിം വെസ്റ്റ്മിനിസ്റ്റർ സ്കൂൾ. അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ അദ്ദേഹത്തിൻ്റെ വെസ്റ്റ്മിനിസ്റ്റർ സ്കൂളിലേക്ക് അയച്ച് പഠിപ്പിക്കാനായിരുന്നു തീരുമാനം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഹി കുഡ് നോട്ട് അറ്റൻഡ് എൻട്രൻസ് എക്സാം. അദ്ദേഹത്തിന് അവിടുത്തെ എൻട്രൻസ് എക്സാമിൽ പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ലോക്കൽ സെൻറ്റ് ആൽബൻ സ്കൂളിൽ പഠിച്ചു. ഒരു ആവറേജ് സ്റ്റുഡൻ്റൊക്കെ ആയിരുന്നല്ലോ, നമ്മളെയൊക്കെ പോലെ തന്നെ ആവറേജാണ്. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ പിന്നീടുള്ള കാലം നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം ബ്രില്യൻ്റ് ആയി മാറി എന്നതാണ്. കാരണം എന്താണ്, പഠിക്കുന്നെങ്കിൽ അത് നന്നായിട്ട് പഠിക്കണം എന്ന് അദ്ദേഹം മനസ്സിലാക്കി പഠിച്ചു. അങ്ങനെ നല്ല ഫെയിം അവിടെ നല്ല കുട്ടികളുടെ ഇടയിൽ, സ്റ്റുഡൻസിൻ്റെ അധ്യാപകരുടെ ഇടയിലും നല്ല ഒരു വ്യക്തിയായി ശോഭിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഈ രോഗം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതും. അദ്ദേഹം അവിടെ സ്കൂളിൻ്റെ ഗാർഡനിൽ 1-2 പ്രാവശ്യം വീണു. പിന്നെ അദ്ദേഹത്തിൻ്റെ രോഗം അമിയോട്രോഫിക് ലാറ്ററൽ സെലറോസിസ് എന്ന രോഗമാണ് എന്ന് കണ്ടുപിടിച്ചു. അല്ലേ? പിന്നെ അതിനൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയിരുന്നില്ല. ആ സമയത്താണ് അദ്ദേഹം ജെയിൻ വൈൽഡിനെ കാണുന്നതും. അദ്ദേഹം പിന്നീട് ജെയിൻ വൈൽഡിനെ കല്യാണം കഴിച്ചു 1965 ജൂലൈ. പിന്നെ അവർ വളരെ സന്തോഷത്തോടെയൊക്കെ ജീവിച്ച് വരുന്ന സമയത്താണ് വീണ്ടും അദ്ദേഹത്തിന് സ്വിറ്റ്സർലൻഡിലേക്ക് പോകേണ്ടി വരികയും അവിടെ വെച്ച് അദ്ദേഹത്തിന് ന്യൂമോണിയ പിടിപെട്ടു. പിന്നെ അത് കംപ്ലീറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് സിസ്റ്റത്തെ തന്നെ തകരാറിലാക്കി എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അദ്ദേഹത്തിന് ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വിൻഡ് പൈപ്പ് കംപ്ലീറ്റായിട്ട് റിമൂവ് ചെയ്താൽ വളരെ കാലം അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ പറ്റും എന്നതുകൊണ്ട് അത് വേണ്ടി വരുന്നു എന്ന് ജെയിനിനെ അറിയിക്കുകയും വളരെ വിഷമത്തോടെയാണെങ്കിലും ജെയിൻ അതിന് കൺസെൻറ്റ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഡോക്ടേഴ്സ് റിമൂവ്ഡ് ഹിസ് വിൻഡ് പൈപ്പ്. പിന്നെ അദ്ദേഹത്തിന് നമ്മളെപ്പോലെ ശ്വസിക്കാനും നിശ്വസിക്കാനും ശ്വസിക്കാനും ശ്വാസോച്ഛ്വാസം ചെയ്യാൻ വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിൻഡ് പൈപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ത്രോട്ടിൽ ഒരു ഹോളിലൂടെയാണ് അദ്ദേഹം ഈ ശ്വാസോച്ഛ്വാസം ചെയ്തിരുന്നത്. പിന്നെ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ്
എന്താണ് ബ്രെയിൻ വിറ്റ് എന്ന സ്റ്റുഡൻറ്റ് ആയിരുന്നു. അതാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തു. അതിൽ പുതിയ പുതിയ ഇൻവെൻഷൻസ് അതിൽ ആഡ് ചെയ്താണ് പുതിയ പബ്ലിക്കേഷൻസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ടായ എന്താണ് ഓൾട്ടോസ് ഒരു ഇക്വലൈസർ അദ്ദേഹത്തിന് സമ്മാനിച്ചു. പിന്നെ അതിൻ്റെ സഹായത്തോടെയൊക്കെ അദ്ദേഹത്തിന് സ്ക്രീനിൽ വേർഡ്സ് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇതാണ് അപ്പോൾ അദ്ദേഹം ലോകത്തോട് പറയുന്നത് ഒരിക്കലും ഡിസേബിലിറ്റി ആയിട്ട് കാണാതെ മനോധൈര്യത്തോടു കൂടി നമ്മളെല്ലാവരും മുന്നോട്ട് പോയാൽ വി ക്യാൻ അച്ചീവ് സംതിങ് എന്നതാണ് ഇവിടെ സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ പാഠം അവസാനിച്ചു. ഇനി ഇതിൻ്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. താങ്ക് യു. ബൈ.